അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 ചൊവ്വാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും താൽക്കാലികമായി അടയ്ക്കുന്നു. അനന്ത്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടും. ഭീകരർക്കായുള്ള തെരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും മറ്റും പല സ്ഥലങ്ങളിലും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് കാശ്മീർ സർക്കാരിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്നുവെന്ന സംശയവും ശക്തമാണ്. അതേസമയം കാശ്മീരിനെ പുറത്തുനിന്ന് എത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാശ്മീർ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നിർദ്ദേശം ലഭിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യത എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കാശ്മീരിൽ സൈന്യത്തിനും ഭീകരർക്കും ഇടയിൽ ഏറ്റുമുട്ടൽ. എവിടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം തുടരുകയാണ്. ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറി ഒളിച്ച പ്രാദേശികവാസിയുടെ മൊഴി NIAക്ക് ലഭിച്ചു. ഭീകരർ തിരിച്ചു പോകുന്നടക്കം കണ്ട ഇയാൾ പോലീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. NIAയും ഇയാളെ ബൈസരൻ വാലിയിലെത്തിച്ച് തെളിവെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പഹൽഗാം ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്നും ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടെന്ന് കാട്ടിക്കൊടുക്കണമെന്നും അതിനായി പ്രത്യേക സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ. ഭീകരവാദികളെ സഹായിച്ചു എന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഇന്ത്യ UN-ൽ പറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഭയത്തിന്റെ സൂചനയെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇന്ത്യയുടെ യുദ്ധപദ്ധതി ചോർന്നെന്ന പാക് ആരോപണവും ഇന്ത്യ തള്ളി. ആണവ ഭീഷണി മുഴക്കിയാലൊന്നും പാകിസ്ഥാന് തിരിച്ചടി ഒഴിവാക്കാനാവില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അനുമതി നിഷേധിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു. പാക് വിമാനങ്ങൾക്ക് ഇന്ത്യ വഴി പറക്കാനുള്ള അനുമതി നിഷേധിക്കും. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി തടഞ്ഞിരുന്നു. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾ അടുക്കുന്നതും തടഞ്ഞേക്കും. പ്രാദേശിക പാർട്ടികൾ കേന്ദ്രത്തെ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് ജമ്മുകാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നടപടി സൈന്യം നിർത്തിവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരരുടെ വീടുകളടക്കമാണ് ഇതുവരെയായി തകർത്തത്. പ്രാദേശിക വികാരം എതിരാകുന്നുവെന്നും വീടുകൾ തകർക്കുമ്പോൾ സമീപമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്നും പാർട്ടികൾ കേന്ദ്രത്തെ അറിയിച്ചു. SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു. മെയ് 9 ഫലം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിനെ ചൊല്ലി വിവാദം. കമ്മീഷനിംഗ് സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമാണെന്നും 4ാം വാർഷിക ആഘോഷ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതുകൊണ്ടാണ് ക്ഷണിക്കാത്തതെന്നുമാണ് തുറമുഖ മന്ത്രിയുടെ വാദം. എന്നാൽ പ്രധാനമന്ത്രി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിനാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. വിവാദങ്ങൾക്ക് പിന്നാലെ വിഴിഞ്ഞം കമ്മീഷനിംഗിലേക്ക് VD സതീശന് ക്ഷണം. പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങുകളിലേക്ക് പ്രതിപക്ഷത്തു നിന്ന് ക്ഷണം സ്ഥലം MP ശശി തരൂരിനും MLA M. വിൻസെന്റിനും മാത്രമായിരുന്നു. എന്നാൽ ചടങ്ങിൽ എത്തുമല്ലോ എന്ന് ചോദിച്ച് കന്റോൺമെന്റ് ഹൗസിലേക്ക് തുറമുഖ മന്ത്രി കത്തയച്ചുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കുന്നതിനുള്ള ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ദേശീയ തലത്തിൽ NCERTയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കോവിഡിന്റെ മറവിൽ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനെന്ന പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും വ്യാപകമായി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്നും മുഗൾ ഭരണാധികാരികളെ മാറ്റി പകരം അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേര പദ്ധതിയുടെ തുക മാറ്റിയതിൽ ധനവകുപ്പിനോട് വിശദീകരണം തേടി ലോകബാങ്ക്. പണം കിട്ടാത്തതിന്റെ കാരണം കൃഷി വകുപ്പും വിശദീകരിക്കണം.
പണം പദ്ധതി അക്കൗണ്ടിലേക്ക് കൈമാറിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പരാതിപ്പെടുമെന്നും ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ നവീകരണത്തിനായുള്ള വായ്പാ തുകയുടെ ആദ്യ ഗഡു ലോകബാങ്ക് ട്രഷറിയിലേക്ക് നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും പണം പദ്ധതി അക്കൗണ്ടിലെത്താത്തതാണ് വിവാദമായത്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി UDF-ഉം LDF-ഉം. സംഘർഷത്തിനിടെ നഗരസഭാ ചെയർപേഴ്സനെ കയ്യേറ്റം ചെയ്തതോടെ പ്രതിഷേധം കയ്യാങ്കളിയിലെത്തി. കൗൺസിൽ യോഗത്തിൽ BJP പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസും LDF-ഉം രംഗത്തെത്തിയത്. പാലക്കാട്ടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കി. പേരിടാനുള്ള അജണ്ട പാസ്സായി എന്നും അജണ്ട പാസ്സാകാൻ മാത്രമുള്ള അംഗസംഖ്യ തങ്ങൾക്കുണ്ടെന്നും പാലക്കാട് നഗരസഭ BJP-യാണ് ഭരിക്കുന്നതെന്നും അതുകൊണ്ട് പേരിടാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നഗരത്തിൽ പേരുമാറ്റൽ ആവശ്യവുമായി BJP. നഗരത്തിലെ ജിന്ന സ്ട്രീറ്റ് എന്ന സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ BJP കൗൺസിലർമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. വലിയങ്ങാടിയോട് ചേർന്നുള്ള മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണ്ണി വരെയുള്ള പ്രദേശമാണ് ജിന്ന സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിനെതിരെ ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പരാതി നൽകി ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർക്കിടയിലാണ് ലഹരി ഉപയോഗം കൂടുതൽ എന്ന സജി നന്ദ്യാട്ടിന്റെ പരാമർശത്തിനെതിരെയാണ് പരാതി. വിരമിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ IM വിജയന് സ്ഥാനക്കയറ്റം നൽകി സർക്കാർ ഉത്തരവിറക്കി. MSPയിൽ അസിസ്റ്റന്റ് കമാൻഡന്റായ വിജയനെ ഡെപ്യൂട്ടി കമാൻഡന്റാക്കിയാണ് ഉത്തരവിറക്കിയത്. ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ പ്രത്യേകമായി പരിഗണിച്ചാണ് സ്ഥാനക്കയറ്റം. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത റാപ്പർ വേടനെതിരെ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളും വനം വകുപ്പ് ചുമത്തി. പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയിലും വനം വകുപ്പ് പരിശോധന നടത്തും. ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നടപടികൾക്ക് ശേഷം വേടനെ പെരുമ്പാവൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. ഇതിനുശേഷമായിരിക്കും കേസിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കുക. തന്റെ മാലയിൽ ലോക്കറ്റായി ഉപയോഗിച്ചിരിക്കുന്ന പുലിപ്പല്ല് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ലെന്ന് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. ഒരു രാസലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്നും താൻ മദ്യപിക്കുമെന്നും കഞ്ചാവ് വലിക്കുമെന്നും അതെല്ലാവർക്കും അറിയാമെന്നും റാപ്പർ വേടൻ പറഞ്ഞു. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമത്തിലാണ് താനെന്നും ശ്രീനാഥ് ബാസി. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ എക്സൈസിന്റെ സഹായം കൂടി വേണമെന്നും ശ്രീനാഥ് ബാസി പറഞ്ഞു. അതേസമയം ലഹരി വിമുക്ത ചികിത്സ പൂർത്തിയാക്കുന്നതോടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമപരിരക്ഷ ലഭിക്കും. ചികിത്സ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ല. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ അധിക്ഷേപ പരാതിയിലെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നിർമ്മാതാവ് ആന്റോ ജോസഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B. രാഗേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. തിരുവനന്തപുരം പോത്തങ്കോട് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി കാൽ വെട്ടി റോഡിലെറിഞ്ഞ കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ഉണ്ണിയെന്ന് വിളിക്കുന്ന സുധീഷ്, ശ്യാം, രാജേഷ്, നിതീഷ്, നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു, പ്രദീപ്, സച്ചിൻ എന്നീ 11 പ്രതികളും കുറ്റക്കാരാണെന്ന് നെടുമങ്ങാട് SC/ST കോടതിയാണ് വിധിച്ചത്. ഇവർക്കുള്ള ശിക്ഷാവിധി നാളെ പറയും. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി സിയ ഫാരിസ് മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. തെരുവ് നായയുടെ കടിയേറ്റ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഏൽക്കുകയായിരുന്നു. എറണാകുളം കുട്ടമ്പുഴയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കർഷകൻ കുഴഞ്ഞു വീണു മരിച്ചു. പിണവൂർക്കുടി സ്വദേശി ചക്കനാനിക്കൽ പ്രകാശനാണ് മരിച്ചത്. പ്രകാശിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്തിപ്പോഴും കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു.
ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി സമൂഹ മാധ്യമത്തിൽ BJP കോൺഗ്രസ് പോരെ. ഉത്തരവാദിത്തം കാട്ടേണ്ട സമയത്ത് പ്രധാനമന്ത്രിയെ കാണുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ പാകിസ്ഥാന്റെ PR ഏജന്റുമാരാണ് കോൺഗ്രസ് എന്നാണ് BJPയുടെ പ്രചാരണം. അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ വിട്ടയക്കാതെ പാകിസ്ഥാൻ. ജവാൻ കസ്റ്റഡിയിലെന്ന ഔദ്യോഗിക കുറിപ്പ് ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല. കർഷകരെ സഹായിക്കാൻ പോയ PK സിംഗ് എന്ന BSF ജവാനെയാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിലെടുത്തത്. പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തതുകൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ കടന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ പ്രതിയായ ജാതി അധിക്ഷേപ കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. IISSCയിലെ മുൻ അധ്യാപകനാണ് ജാതി അധിക്ഷേപം നേരിട്ടെന്ന് കാണിച്ച് പരാതി നൽകിയത്. ക്രിസ് അടക്കമുള്ള IISCയിലെ ഉപദേശക സമിതിയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതി ക്രിസ് അടക്കമുള്ളവരുടെ സൽപ്പേരെ കളങ്കപ്പെടുത്താനുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറികളിലൊരാളായി പായൽ കബാഡിയ തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായികയാണ് പായൽ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ നോഷിയയിൽ ഇന്ധന ട്രക്ക് പൊട്ടിത്തെറിച്ച് 60 പേർക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവർ മരിച്ചു. പ്രാദേശിക കടകളിലേക്ക് പെട്രോൾ വിതരണം ചെയ്യാനായി വന്ന ട്രക്കാണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ആക്രമണമല്ലെന്നും ഷോർട്ട് സർക്യൂട്ട് കാരണമുണ്ടായ തീ ടാങ്കറിലേക്ക് പടർന്നതാണെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. കാനഡയിൽ ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക്. ഒൻറ്റാരിയോയിൽ ലിബറൽ പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ മാർക്ക് കാർണി ഔദ്യോഗികമായി വിജയിച്ചു. 64% വോട്ടാണ് ഒൻറ്റാരിയോയിൽ മാർക്ക് കാർണി നേടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതായാണ് തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ച് മാർക്ക് കാർണി പ്രതികരിച്ചത്. അത് ഒരിക്കലും വിജയിക്കില്ലെന്നും മാർക്ക് കാർണി വിശദമാക്കി. താൻ ഇന്ന് എന്താണോ അതിനെ എൻ്റെ മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാജസ്ഥാൻ റോയൽസിന്റെ താരോദയം വൈഭവ് സൂര്യവംശി. 2020 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPLലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി, ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ IPL സെഞ്ചുറി എന്നിങ്ങനെ ഒരുപിടി നേട്ടങ്ങളാണ് വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ IPLലെ ഇന്നലെ നടന്ന ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ നേടിയത്. എനിക്ക് പരിശീലനത്തിന് പോകേണ്ടതിനാൽ എൻ്റെ അമ്മ നേരത്തെ എഴുന്നേൽക്കുകയും എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നുവെന്നും രാത്രി 11 മണിക്ക് ഉറങ്ങി 2 മണിക്ക് എഴുന്നേൽക്കുമെന്നും അവർ 3 മണിക്കൂർ മാത്രമേ ഉറങ്ങുമായിരുന്നുള്ളൂവെന്നും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ചെന്നും വൈഭവ് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.